ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിലും പേടി കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും നിക്ഷേപം തുടങ്ങാൻ മടിച്ചു നിൽക്കുകയാണെന്നാണ് യാഥാർത്ഥ്യം. ഞാൻ എങ്ങനെ ഒരു ഫണ്ട് തിരഞ്ഞെടുക്കും, ഏത് ഫണ്ടാണ് എനിക്ക് ചേരുന്നത്, ഒരു ഫണ്ട് എങ്ങനെയാണ് നല്ലതാണോ എന്ന് തിരിച്ചറിയുക തുടങ്ങിയ നൂറുകൂട്ടം ചോദ്യങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിലുണ്ടാകും. എന്നാൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെയോ ബ്രോക്കറുടെയോ ഒന്നും സഹായം ഇല്ലാതെ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ ലളിതമായിട്ടൊരു ഫണ്ട് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും അത് നമുക്ക് പറ്റിയതാണോ അല്ലയോ എന്ന് എങ്ങനെ വിലയിരുത്താമെന്നും നമുക്ക് സ്വയം മനസ്സിലാക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആദ്യ പടി ലക്ഷ്യവും സമയവും നിശ്ചയിക്കുക എന്ന് തന്നെയാണ്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട് ഏതാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു ഫണ്ടിലേക്ക് നോക്കുന്നതിന് മുൻപ് ഈ പണം എനിക്ക് എപ്പോഴാണ് തിരികെ വേണ്ടതെന്ന് സ്വയം നമ്മൾ ചോദിക്കണം. നിങ്ങൾക്ക് വലിയ റിസ്ക് എടുക്കേണ്ടതില്ലെങ്കിൽ, അതായത് 3 വർഷത്തിൽ താഴെയുള്ള ഹ്രസ്വകാലത്തേക്ക് പണം സൂക്ഷിക്കാൻ ഡെറ്റ് ഫണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ട്സ് ആണ് ഏറ്റവും അനുയോജ്യം. ഇനി 3 മുതൽ 5 വർഷം വരെയുള്ള ഇടത്തരം കാലയളവിലേക്ക് മിതമായ റിസ്കിൽ ബാങ്ക് എഫ്ഡിയേക്കാൾ കൂടുതൽ ലാഭം നേടാൻ ഹൈബ്രിഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളാണ് നല്ലത്. 5 വർഷത്തിന് മുകളിലുള്ള ദീർഘകാലത്തേക്ക് നല്ല ലാഭം വേണമെന്നും അതിനായിട്ട് ചെറിയ റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് വരിക. ഫണ്ട് ഏത് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി SIP വേണോ ലംസം വേണോ എന്ന് തീരുമാനിക്കലാണ്. വരുമാനത്തിൽ നിന്ന് ഓരോ മാസവും നിശ്ചിത തുക മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ SIP തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് തുടക്കക്കാർക്ക് ഏറ്റവും സുരക്ഷിതവും. നേരെ മറിച്ച് ബോണസ് ആയോ മറ്റോ ലഭിച്ച വലിയൊരു തുക കയ്യിലുണ്ടെങ്കിൽ അത് FD ഇടുന്നത് പോലെ ഒരുമിച്ച് നിക്ഷേപിക്കാൻ ലംസം രീതിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതും തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന കാര്യം ഫണ്ട് കണ്ടുപിടിക്കലാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫണ്ട് നല്ല റിട്ടേൺ തരണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ? പല ആളുകളും ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പറ്റിയ ഫണ്ട് തിരഞ്ഞെടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഫണ്ട് നല്ലതാണോ എന്ന് സ്വന്തമായിട്ട് എങ്ങനെയാണ് പരിശോധിക്കുക? നിങ്ങൾ മൊബൈലിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആപ്പ്, അതായത് ഗ്രോ, അപ്സ്റ്റോക്സ് പോലുള്ള ഒരു ആപ്പ് തുറന്ന് ക്ലിക്ക് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് സെക്ഷനിൽ പോവുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുക. ആദ്യം നമുക്ക് റാൻഡം ആയിട്ടൊരു ഫണ്ട് നോക്കാം. എന്നിട്ട് ഫണ്ട് നല്ലതാണോ അല്ലയോ എന്ന് നോക്കാൻ പഠിച്ചതിന് ശേഷം നമുക്ക് വേണ്ട ഫണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കാം. ഒരു ഫണ്ടിന്റെ ഡീറ്റെയിൽസ് തുറന്നു വരുമ്പോൾ തന്നെ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ കാണിക്കും. അതിലൊന്നാണ് എക്സ്പെൻസ് റേഷ്യോ. മ്യൂച്വൽ ഫണ്ട് കമ്പനി നമ്മുടെ പണം കൈകാര്യം ചെയ്യാൻ ഈടാക്കുന്ന ഒരു ഫീസാണിത്. ഈ ഫീസ് 1.5% താഴെയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ എപ്പോഴും ആപ്പിൾ ഡയറക്റ്റ് പ്ലാൻ എന്ന് എഴുതിയ ഫണ്ടുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇതിന് കമ്മീഷൻ ഇല്ലാത്തതിനാൽ റെഗുലർ പ്ലാനിനേക്കാൾ ഫീസ് വളരെ കുറവായിരിക്കും. അടുത്തത് നോക്കേണ്ടത് ബെഞ്ച്മാർക്കിനേക്കാൾ കൂടുതൽ ലാഭം തരുന്നുണ്ടോ എന്നതാണ്. ഓരോ ഫണ്ടിനും താരതമ്യം ചെയ്യാൻ ഒരു ബെഞ്ച് മാർക്ക് സൂചിക ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ Nifty 50 സൂചികയൊക്കെ. കഴിഞ്ഞ 3 അല്ലെങ്കിൽ 5 വർഷമായി നമ്മുടെ ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാൾ കൂടുതൽ ലാഭം തരുന്നുണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ പ്രകടനം മികച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫണ്ടിന്റെ വലുപ്പം അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആണ് ഇനി നമ്മൾ നോക്കേണ്ട ഫാക്ടർ. ഈ ഫണ്ടിൽ മറ്റാളുകൾ ആകെ എത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന കണക്കാണിത്. ഉയർന്ന AUM ഉള്ള ഫണ്ടുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഫണ്ട് എത്രത്തോളം റിസ്ക് ഉള്ളതാണ് എന്നറിയാൻ ആൽഫ, ബീറ്റ എന്നിവയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ ആൽഫ എന്നത് പോസിറ്റീവ്, ഉദാഹരണത്തിന് +2, +3 ആയിരിക്കണം. ആൽഫ കൂടുതലാണെങ്കിൽ ഫണ്ട് അതിന്റെ ബെഞ്ച് മാർക്കിനേക്കാൾ മികച്ച ലാഭം തരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബീറ്റ 1ൽ കുറവാണെങ്കിൽ മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടാകുമ്പോൾ നിങ്ങളുടെ പണം വലിയ തോതിൽ നഷ്ടപ്പെടാതെ സുരക്ഷിതമായിരിക്കും. ഫണ്ട് എത്രത്തോളം റിട്ടേൺ തന്നു എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഫണ്ട് 3 തരത്തിലുള്ള റിട്ടേൺ വിവരങ്ങൾ നൽകിയിട്ടുണ്ടാവും. ആദ്യത്തേത് അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. ഒരു വർഷത്തിൽ താഴെയുള്ള ഹ്രസ്വകാല നിക്ഷേപങ്ങളുടെ ലാഭം അറിയാനാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ. ഉദാഹരണത്തിന് 10,000 രൂപ ഇട്ടത് 15,000 ആയാൽ ആകെ കിട്ടിയത് 50% അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. ഇത് സമയത്തെ കണക്കിലെടുക്കാതെ ആകെ വന്ന വളർച്ചയെ മാത്രം കാണിച്ചു തരും. അബ്സല്യൂട്ട് റിട്ടേൺ അല്ല നമ്മൾ ശരിക്കും നോക്കേണ്ടത്. CAGR അഥവാ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. കാരണം നമ്മൾ ഒരു വലിയ തുക ഒരുമിച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ വർഷത്തിൽ ശരാശരി എത്ര ശതമാനം വെച്ച് നമ്മുടെ പണം കോമ്പൗണ്ട് ചെയ്ത് വളർന്നു എന്ന് കൃത്യമായിട്ട് അറിയാൻ CAGR ആണ് നോക്കേണ്ടത്. ശരിക്കും നമുക്ക് എത്ര റിട്ടേൺ ലഭിക്കുമെന്നത് മനസ്സിലാക്കാൻ നോക്കേണ്ടത് CAGR റിട്ടേൺ ആണ്. ഇനി SIP ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ XIRR അഥവാ എക്സ്റ്റെൻഡഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നോക്കേണ്ടത്. പേര് കേട്ട് നമ്മൾ പേടിക്കരുത്. SIP ഓരോ മാസവും ഓരോ തുക വെച്ച് ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ ഓരോ മാസവും നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് ലഭിക്കുന്ന ലാഭം കൃത്യമായി കണക്കാക്കാൻ ഇതിന് മാത്രമാണ് സാധിക്കുക. ഇതിന് പുറമെ ഫണ്ട് ഹൗസിന്റെ വിവരങ്ങളും ഏതൊക്കെ സെക്ടറുകളാണ് ഫണ്ട് നിക്ഷേപം നടത്തിയിട്ടുള്ളത്,
അതിൽ തന്നെ ഏതൊക്കെ ഓഹരികളാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് പോലുള്ള പല വിവരങ്ങളും നമുക്ക് ഇങ്ങനെ ഫണ്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് പറ്റിയ ഫണ്ടാണോ എന്നൊരു ധാരണ നമുക്ക് ലഭിക്കും. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നതെങ്കിൽ സങ്കീർണമായിട്ടുള്ള ഫണ്ടുകളൊന്നും നോക്കി തലപോയിക്കണ്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികൾ നിക്ഷേപിക്കുന്ന ഏതെങ്കിലും ഒരു നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് തിരഞ്ഞെടുത്ത് മാസം 500 രൂപയുടെ ഒരു SIP തുടങ്ങാം. പണം ഇൻവെസ്റ്റ് ചെയ്ത് അത് പതുക്കെ വളരുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പേടിയും ആശങ്കയും ഒക്കെ തനിയെ മാറും. വെൽത്ത് ക്രിയേഷൻ എന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇനിയും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്.